അപ്പോൾ ഗൈസ് ഇന്ന് ഡേ 2. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള നേപ്പാളിലെ പൊക്കാരയിലാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇപ്പോൾ ഒരു കേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, മഹാദേവ് കേവ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് വണ്ടി നോക്കി, പക്ഷെ അത് വണ്ടി ചോദിച്ചപ്പോൾ അവർ ഒരു 4000 റുപ്പീസാണ് പറഞ്ഞത് 3 കിലോമീറ്ററിന്. അപ്പോൾ അത് നടക്കില്ല. പിന്നെ ഇത്രയും 3 കിലോമീറ്റർ 4000 കൊടുക്കുന്നത് ഭയങ്കര ഇതല്ലേ. അപ്പോൾ നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ചു. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് കൂടുതലാണ്, പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാം. മെയിൻ എക്സ്പെൻസ് പറഞ്ഞാൽ ഫുഡിനാണ് ഇവിടെ നല്ല പൈസയാവുക. പിന്നെ ഇന്ത്യൻ കറൻസി ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 1 രൂപ ഇവിടുത്തെ 1.6 റുപ്പീസാണ് അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ മഹാദേവ് കേവിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ധാനിഷ് എന്താ പറയാനുള്ളത്? നമ്മൾ ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. അതെ, ഇവിടെ ലോക്കലി കറങ്ങാൻ പോകാൻ. അതെ, നമുക്ക് 2 സ്ഥലങ്ങൾ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് നടക്കാൻ നോക്കാം. അതെ, പിന്നെ നമുക്ക് ഇവിടെ ട്രാവലിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഫുഡിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതൊന്നും നമ്മൾ ഫസ്റ്റ് ടൈമാണ് വന്നത്. ഫസ്റ്റ് വന്ന സമയത്ത് ഇവിടെ ഒരു അത്ര ഇതായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് അതെ ഇന്നലെ വൈകുന്നേരം തൊട്ട് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് വന്നപ്പോൾ നമ്മൾ കാണുമ്പോൾ എന്തൊരു നമ്മൾ വിചാരിക്കാല്ലേ. അതെ, പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ വിചാരിച്ച നേപ്പാളിലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ആ കേവിലെത്തിയിട്ട് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു ജ്യൂസ് കടയുടെ ഒരു ബോർഡ് അല്ലേ. ഒരു മാംഗോ ടീക്ക് തന്നെ 250 രൂപ. അപ്പോൾ അതായത് 250 പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കറൻസി 250/1.6 ചെയ്താൽ മതി. 250/1.6 എത്ര വരും? 125 സംതിങ് ആവും. 260 രൂപയാണെങ്കിൽ 160 ആവും. ആ റേഞ്ച് വരും നോക്കുമ്പോൾ. അപ്പൊ 100 റുപ്യ ആണെങ്കിൽ ഓക്കെ, 160 റുപ്യ ആണെങ്കിൽ നമ്മൾക്ക് ബാക്കി കയ്യിലുണ്ടാവുന്ന എത്ര റുപ്യ? 160 100 രൂപ. അപ്പോൾ അങ്ങനെ, അപ്പോൾ മനസ്സിലായില്ല, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൈസിങ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഡേവിസ് ഫോളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ 6 കിലോമീറ്റർ നടന്നിട്ട് എത്തിയത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തി. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആവുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ എത്തിയത്. എന്താണ് ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഒന്ന് പോയിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ വഴി കാണിച്ചു തരാം. വരുന്ന വഴിക്ക് ഒരു ഊഞ്ഞാല ഇടിയതാണ്, അതിൻ്റെ എഫക്റ്റാണിത്. കൈമുറിഞ്ഞു. എന്നാണ് കേസ് ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു സിംഗിങ് ബൗൾ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ സംഭവം ഇതിങ്ങനെ അടിച്ചെന്ന് പറഞ്ഞാൽ സൗണ്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതൊന്ന് മേടിച്ചാലോ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഇവിടെ റെസ്റ്റ് ഇരിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് കാണാം. ഗൈസ്, ഇതാണ് വിഷ് പൂൾ. അതായത് ഇവിടുന്ന് വിഷ് ചെയ്തിട്ട് മീൻസ് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് ആ കോയിൻ വന്നിട്ട് ഇതിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ ആഗ്രഹം നടക്കുന്നതാണ്. നമ്മുടെ ഈ കോയിൻ ഇല്ല ഇടാൻ, അതുകൊണ്ട് ഇതില്ല. ഈ കുട്ടി ഇടുന്നതാണ്. ഓ, അപ്പം കുട്ടിയുടെ ആഗ്രഹം നടന്നില്ല. അവിടെ വന്നു എന്ന് പറഞ്ഞാലാണ് നടക്കൂ. സുഭാഷ് കൊള്ളാം. ആ, ഒരു ഡേവിൽസ് കിച്ചൺ. ഇതിന്റെ പേരെന്താ? ഡേവിസ് വാട്ടർഫോൾ. ഡേവിസ് കിച്ചൺ ഇവിടെയാണ് കിച്ചൺ ഉള്ളത്. അപ്പൊ അവിടെ കുക്ക് ചെയ്തെന്നുള്ള പോകയാണ്. ഇതാണ് ഗൈസ് ഒരു വാട്ടർഫോൾ പോലെ. കൊള്ളാം, ഒരു രസമുള്ള സ്ഥലം. ഇതാണ് സമ്മർ പാലസ്. അപ്പോൾ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ഈ കേവിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇതിനെ സ്കാൻ ചെയ്യും. അപ്പോൾ നമ്മൾ എത്താറേ ക്ഷീണിച്ചു ഗൈസ്. മൊത്തത്തിൽ
ഫുള്ളൊരു ക്ഷീണം പിടിച്ച അവസ്ഥയാണ്. അപ്പോൾ ഇതാണ് കേവിലോട്ടുള്ള എൻട്രൻസ്. വരുന്ന വഴി അടിപൊളിയായിരുന്നു. ഇതാണപ്പോൾ കേവ്. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് മറ്റേ വാട്ടർഫോൾ, അല്ല കേവിൻ്റെ ഉള്ളിലെ വാട്ടർഫോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രൈസ് ടൂർ നടത്താം. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ സാധനങ്ങളും മീൻസ് റേറ്റ് കമ്പയർ ചെയ്യാം. ബ്ലൂ ലേസ് ഇത് എത്ര രൂപ? 80 രൂപ. നമ്മുടെ നാട്ടിൽ എത്ര? ഇത് 50 രൂപ, ഇവിടെ 80 രൂപ. ദിസ് ഇസ് ദ ലേസ്. ഇനി മറ്റേ ഓറിയോ, നമ്മുടെ ബിസ്ക്കറ്റ് കാണിച്ചു കൊടുക്കണ്ടേ? ആ ഓറിയോ ബിസ്ക്കറ്റ് ഓക്കെ. ഇതില്ല ചോക്ലേറ്റ് ഇല്ല, ഐസ്ക്രീം ഫ്ലേവർ. ഇത് കണ്ടോ, കിട്ടില്ല സാധനം, നമ്മുടെ അവിടെ കിട്ടില്ല. ഐസ്ക്രീം ഫ്ലേവർ ഇവിടെ എത്ര രൂപ? 180 രൂപ. 150 രൂപ. ആ പിന്നെ സ്ട്രോബെറി ക്രീം, ഇത് നമ്മളവിടെ കിട്ടും തോന്നുന്നുണ്ട്. ചോക്ലേറ്റ് ആ ഈ സംഭവം മാത്രം നമ്മുടെ കിട്ടും. പിന്നെ അശ്വിൻ എന്തേലും പറയണ്ടോ? പ്രൈസ് കമ്പയർ എല്ലാം ഇവിടുത്തെ എല്ലാം കൊള്ളാം. അതെ, പ്രൊഡക്റ്റും കൊള്ളാം, ഫുഡും കൊള്ളാം. അതെ. ആമിൽ എന്താ പറയാനുള്ളത്? നമ്മളെ സൂപ്പർ മാർക്കറ്റ് അപേക്ഷിച്ച് ഇവിടെ ഹോർലിക്സിന് എത്ര രൂപ നോക്കി നോക്ക്. വളരെ ചീപ്പാണ്. വെറും 4450 ചേർക്കാം. 400. സോറി 4000 അല്ല, 445. അതിന് വായിക്കുന്ന അറിയുന്നത്. നമ്മുടെ നാട്ടിൽ 200 രൂപ കിട്ടുന്ന സാധനം ഇവിടെ 450. അതെ, എല്ലാത്തിനും നോർമൽ റേറ്റ് ആണ്. പക്ഷെ നമ്മുടെ കറൻസി ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ പൊക്ര സിറ്റി നമ്മൾ ഇവിടുന്ന് കാഠ്മണ്ഡുവിലോട്ട് പോകണം. നമുക്ക് മസ്താങ് പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി. ഓ അത് കൊള്ളാലോ ബസ്. നമ്മുടെ സീറ്റ് നമ്പർ ലാലേട്ടനെ അറിയോ? റാസ് വന്നിട്ട് ഒരു നേപ്പാളിനെ എടാ ഏജ് ഗസ് അടിക്കാൻ പറയടാ. ഗസ് ഹിസ് ഏജ് നോ 73 years. പിന്നെ നമുക്ക് കാഠ്മണ്ഡു വെച്ച് കാണാം. അപ്പോൾ നമ്മൾ കാഠ്മണ്ഡു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചാബില പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് നമ്മൾ വേറൊരു വില്ലേജ്, അതെ വില്ലേജിലേക്ക് പോകാനൊരു ബസ് എടുത്തിടുക. നമ്മുടെ ബസ് നമ്മളിവിടെ റോഹൻ, ബാക്കി എല്ലാവരും ബാക്കിലാണ്. ഇതാണ് വഴികൾ ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ? മൊത്തം ഇങ്ങനത്തെ ഒരു വഴിയാണ്. പിന്നെ ബസ് മൊത്തം ഫുള്ള് കുലുക്കുക ഇങ്ങനെയായിട്ട്. കണ്ടില്ലേ? ഇതേപോലെ ഇഷ്ടം പോലെ വീടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ 3 വർഷം മുമ്പുള്ള ഉരുൾപൊട്ടൽ എല്ലാം ഇങ്ങനെ പോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ കണ്ടില്ലേ, ഞാൻ ഈ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇങ്ങനെ നിന്നിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇവിടെ തിരക്കുമാണ്, പിന്നെ റോഡ് മോശമാണ്. ആ 10-20 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്, ഈ സ്ഥലത്ത് നിന്ന് ഈ ടിംബു പറഞ്ഞിട്ട് മറ്റേ ഹേലമ്പൂർ. പക്ഷേ എന്താ ടൈം എടുക്കും, 4 മണിക്കൂറൊക്കെ എടുക്കും ഈ 18 കിലോമീറ്റർ കവർ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇപ്പോൾ ടിംബു വില്ലേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. അത് എൻ്റെ പൊന്നോ. ഇതാണ് ഫുഡ്. നല്ല കിടലൻ ചിക്കൻ കറി, ഉരുളക്കിഴങ്ങ്, ദാല്, അച്ചാർ. ഷാനെ ഫുഡ് എങ്ങനെ എല്ലാവർക്കും? ആസി ഫുഡ് എടാ ഒന്നിനൊന്ന് മെച്ചം. ഓക്കെ. അശ്വിനെ എല്ലാം കൊള്ളാം.
റോഹ രാവിലെ കിട്ടില്ല സ്ഥലം. നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ ഒരു കമ്പനി കിട്ടി. അപ്പോൾ രാവിലെ ആ മല കയറിപ്പോളും, എന്നിട്ടൊന്ന് കുളിക്കണം. അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് അവിടെ പോകാനാ പ്ലാൻ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത കടയുടെ ബാക്ക് മീൻസ് റൂമിൻ്റെ ഷോപ്പാണ്. നമ്മൾ രാവിലെ എണീച്ച് ട്രക്കിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു കമ്പനിക്കാരൻ കിട്ടി. അപ്പോൾ രാവിലെ ഒരു കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും, അതാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു രസമാണ് ഇവിടെ, എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആണ്. ചായ എങ്ങനെയുണ്ട്? ഓത്തന്റിക് ചായയാണോ? ഓത്തന്റിക് ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ മലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഒരു 3 മണിക്കൂർ ട്രക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ കുളിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഒരു പട്ടിക്കുട്ടി വരുന്നുണ്ട് ബാക്കിൽ, അപ്പോഴേ ചെന്ന് അങ്ങനെ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, വിദൂരതയിലൊരു പട്ടി കാണിച്ചു തന്നാൽ കൊള്ളായത്. നമ്മുടെ കൂടെ വന്ന പട്ടികൾ പോയി ഗൈസ്. ബിസ്ക്കറ്റ് ഇല്ല അല്ലേ കയറി? നമ്മൾ നടന്നൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ കാട്ടിൻ്റെ ഉള്ളിൽ. ഇപ്പൊ നമ്മള് ടിംബൂലാണുള്ളത്. ടിംബൂന്ന് ഇപ്പോ നുർബുഗാങ്ങിലെത്തി. ऊपर के लिए अमयांगरी ये तो बाटो कितना किलोमीटर? गंडा लेते गंडा 3 घंटा जोर से चलेगा तो 3 घंटा में पूछेगा। समय इंडिया को आए इंडिया का ഒന്ന് കാണിക്ക്. ഓറഞ്ച് രാവിലെ തന്നെ നല്ലൊരു ഓറഞ്ച് കിട്ടി ബ്രേക്ക്ഫാസ്റ്റ്. ഓറഞ്ച് from Nepal. Yeah. അപ്പോൾ നമ്മളൊരു 4-5 മണിക്കൂർ കയറി, ഒരു 5-6 മീൻസ് മണിക്കൂർ കഴിഞ്ഞ് ഒരു 5-6 മല കയറി. ഇനി 20 കിലോമീറ്റർ പോകാനുണ്ട്. അതാണ് നമ്മൾ വന്ന റൂട്ട്. സമ്മതിക്കില്ല. 11 ആയില്ല. ആയിട്ടോ? ചുവന്ന ഭൂമി വീണ്ടും താരകങ്ങൾ സാഗരങ്ങൾ ജാലകങ്ങൾ ഗോപുരങ്ങൾ പൂവുകൾ മോഹങ്ങൾ ചെമ്മാനം താനേ മാലിക്കാറായി മണ്ണിൻ മേലെ പെയ്യും കാൽത്താളം
കാറ്റായി പച്ചക്കടലിൽ മുങ്ങിത്താഴാനെത്തും ഈ ലോകം. കുറച്ച് കിട്ടുമെന്ന് വെച്ചാ വൈന ഭയ്യ ഓടാ എന്താ കുറച്ച് കുടിച്ച പിന്നെ ഇതൊക്കെ അത് റോഹ വേണോ തോട വേണോ നഗരിയിലേക്കുള്ള ട്രക്കിങ് ടാസ്ക്കാണ്. നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 5-6 മണിക്കൂറായി, എത്തിയിട്ടില്ല എവിടെയും. അവിടെ നിന്ന് താഴെ നടക്കാൻ തുടങ്ങിയതാ. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ എത്തിയാ? 5 മണിക്കൂറായി ഉണ്ടാവില്ലേ? 5 മണിക്കൂർ ട്രക്ക് ചെയ്ത് എവിടെ എത്തിയിട്ടില്ല. ഇനി ഒരു 2-3 മണിക്കൂർ 3 മണിക്കൂർ കൂടെ ട്രക്ക് ചെയ്യാറുണ്ട്. 5000 അടി മുകളിലാണ്. അതെ, 5000 feet above സീ ലെവൽ അല്ലേ അല്ലേ? ആ, സീ ലെവൽ. ഇപ്പം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. ഈ ടൈമിന് ദാനിഷ് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. പാടറ പാട് പാട്. ആ, നമ്മൾ ഡാൻസ് കളിക്കും. ഓക്കെ, കളിക്കും. ആ, നീ പാടുമ്പോഴല്ലേ കളിക്കുക. ആ, പാട് പാട്. ആ ശരി, നിന്ന്. ഓക്കെ, പാടിയോ? ഓക്കെ. ലിറ്റിൽ സ്റ്റാർ യു ആർ വീട്. അതെ, ദാനിഷ് വാക്ക് പാലിച്ചു. ആ കാണുന്ന സൂമിയ കാണുന്ന വെള്ള സ്തൂപ കണ്ടില്ലേ? അവിടെ നിന്നാണ് നമ്മൾ എത്തിയത്. ഇത്ര സൂമാവും. ഇത്ര നടന്ന് ഒറ്റ ചാട്ടം നേരെ ഉണ്ട്. ഒരു ഭാഷയുണ്ട് കേസാ. അതെ, രസമുണ്ട്. നല്ല രസമുള്ളൊരു വീടും. അപ്പോൾ നമ്മൾ നടന്ന് ഒരു വീട് കണ്ടുപിടിച്ചിറക്കുകയാണ്. ഒരു കിടിലൻ നേപ്പാളി വീട്. ഈ ചേച്ചിയുടെ വീടാ. അങ്ങനെ അശ്വിൻ ഇതാ കമ്പനി പട്ടിയെടുത്ത്. इधर से मिलेगा खाना? हाँ, डिमांड देना पड़ता है, खाना पका के देता है. അവനൊന്ന് ട്രാൻസ്ലേറ്റ് ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലും വണ്ടി വരും. ആ വണ്ടി നീ വിതരണം ചെയ്യും കേട്ടോ. അതെ, അങ്ങനെയാണ് ഇവര് സാധനങ്ങൾ മേടിക്കാറ്. മനസ്സിലേ? ആ ഗൈസ്, അങ്ങനെ അശ്വിൻ കമ്പനിയാക്കി ഇരിക്കുകയാണ് പട്ടിക്കുട്ടീനെ. എടാ, നീ ആദ്യം കൂടെ എങ്ങനെ ഉണ്ടോ? നാരങ്ങ നോക്കട്ടെ, നാരങ്ങ കൈപ്പുണ്ടോട്ടെ. പൂളിപ്പ്. नेपाली भाषा से दुमसी बोलते हैं, हमारे भाषा से किचरी बोलते हैं. नेपाली हम नहीं मिलते ना. बहुत डरता है ना. डर ओ उसका ये होता ना कांड जैसे काला सफेद ऐसे ऐसे काला जैसे जैसे हम लोग पढ़ता तो पर स्कूल का कार्टून नहीं होता है वो. दुमसी बोल रहे हैं. ടിംസി എന്താണോ ഗൈസ് ഒരു വ്യൂ. ഗ്രാമങ്ങളിൽ പോയി പാർക്കാം. അതാണ് ഇവിടെ. അവിടെ നഗരങ്ങളിൽ ചെന്ന് രേപ്പാർ. ആ അല്ല, ശരി. ആവശ്യമായ കാര്യങ്ങൾ ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതെ അതെ, മസ്റ്റാർഡ് ഓയിൽ ഉണ്ടാക്കാം. മസ്റ്റാർഡ് ഇതുണ്ട്. ഇവിടെ പ്രണയം വന്നാൽ കൊടുക്കാൻ പൂക്കളുണ്ട്. നല്ല കിടിലും റോസാപ്പൂക്കളാ.
ആലോചിച്ച് നോക്കിയ ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് നോക്കി ഇരുന്നിട്ട് ഒരു ചായ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തായാലും വീട്ടിലേക്ക് വരുന്നവര് വരികയാണെങ്കിൽ കുടിക്കാൻ വൈൻ ഇതപ്പോ വൈനൊക്കെ ഒരു കത്തി പോകില്ലേ. എടാ വേണ്ട ഓർഗാനിക്ക എന്ത് കളിക്കുന്നേ ഫോട്ടോ നമ്മൾ ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ അപ്പൊ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഐഫോണൊക്കെ അറിയില്ലേ 13 16 ഓ അപ്ഗ്രേഡഡ്. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ ട്രെക്കിംഗ് അവസാനിപ്പിച്ചു. കാരണം നമുക്ക് ഇനി അവിടെ എത്താനൊരു 8-10 മണിക്കൂറാവും. അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഫുഡ് രാത്രി പിന്നെ സീനായിരിക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ താഴെ പോയിട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുളിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ വില്ലേജിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ താഴോട്ട് പോവുക. കാഠ്മണ്ഡു അല്ല, ടിംബു. ആ നിലമ്പൂരാ. യെസ്. നമുക്ക് മഴയുടെ മറുമറിക്കാൻ മഞ്ഞ് പിടിച്ചിടാം പിണങ്ങാതെ. കുയിലേ ഏലേലോ കുയിലേ ഒഴുകാം വാസിനി പറവകളായി മോയിടാം. വഴിയിൽ നിന്ന് നമുക്കൊരാളെ കിട്ടി. ആള് ഇന്ന് ട്രെക്കിങ്ങിന് ബൈക്കിൽ വന്നതാണ്. പിന്നെ ബൈക്ക് എന്തോ പ്രോബ്ലമായിട്ട് വർക്ക്ഷോപ്പിൽ കൈകാർ അപ്പോൾ അവിടേക്ക് പോവാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡായി കിട്ടിയതാണ്. സാർ നമ്മുടെ ഈ ട്രെക്കിങ്ങിനെ കുറിച്ച് ഷോർട്ടായിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വളരെയധികം നല്ലൊരു പുതിയൊരു കാര്യങ്ങൾ പഠിച്ചു പോലെ. പുതിയ ഇത്ര ഇതായിട്ട് ഞാൻ ട്രെക്കിങ് ചെയ്തിട്ടില്ല. വേറിട്ടൊരു അനുഭവമായിരുന്നു. ഷാനെ എന്താ ട്രെക്കിങ്ങിനെ കുറിച്ച് ഷോർട്ടായിട്ട് എന്താ പറയാനുള്ളത്? ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം ജീവിതത്തിൽ ഒരു പ്രാവശ്യം. അല്ലേ ഷാനെ? നമ്മൾ നടന്നുപോയ ട്രെക്കിങ്ങിൽ കൂടെ ഒരു ബൈക്കിൽ പോകുന്ന നമ്മൾ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട്. പെട്ടെന്ന് കയറിയ ആ പ്രയാസമില്ല. പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്. Malayali from India, Punjab boys. Yes guys. Yes, finally we ended the trek and reached. Guys, അങ്ങനെ നമ്മൾ എത്തി. പഞ്ചാബ് ബോയ്സ്. ഗൈസ് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടായി. സമയം ഒരു 5:30 ആയിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്കും ഇവിടെ ഇരുട്ടായി തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ബ്ലൂ കളർ വെള്ളം. ഇവിടെ നമ്മൾ കുളിക്കാൻ പോകുന്നത്. ഇവിടെ അല്ല, കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാം. ഈ ബ്ലൂ കളർ വെള്ളം കൊള്ളാം.
ഇതിൽ കൂടെയൊക്കെ നമ്മുടെ ബസ് വന്നത് രാത്രി. യെസ്, അപ്പോൾ നമ്മളിന്ന് അവന് ഇന്നെന്താ ചെയ്യണേ? അതെ, നമ്മൾ നേപ്പാളി ചിക്കൻ ബിരിയാണി. അപ്പോൾ നമ്മളിന്ന് ഈ ഹോട്ടലിലത്തെ ഫുഡ് നമ്മൾ ഏറ്റെടുത്തിറക്കും. അപ്പോൾ നമ്മളിന്ന് ഇവർക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. चिकन बिरयानी आपके लिए चिकन हमारा स्पेशल है केरला स्पेशल ധർമ്മശാല അല്ല, ധർമ്മശാല. നേപ്പാളിൽ നിന്ന് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ലേന്താങ്, കിന്നോർ വില്ലേജ്. അതാണ് നമ്മള്. അതെ, അതെ. നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ലഡാക്ക്, ലക്ഷറി ട്രിപ്പ്. അതെ, നമ്മുടെ സ്പെഷ്യൽ കുക്ക് അമിൽ. അതെ, നമ്മുടെ 2 മെയിൻ കുക്കാണ് ഇവർ 2. ഇവിടെ വില്ലേജിൽ നമ്മൾ ഫുള്ള് വൈബിങ് ആണ്. ഇവിടെ മൊത്തം ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നമ്മളെ വിളിച്ചായിരുന്നു. അപ്പോൾ വൈബ് അടിപൊളിയാണ്. അപ്പോൾ ഒന്ന് റോഹനും ആമലിൻ്റെയും കേരള സ്പെഷ്യൽ ബിരിയാണി ആയിരിക്കുകയാണ് ചൈനയിൽ എന്നിട്ട് നമ്മളവർ കൊടുക്കുക. ചിക്കൻ ബിരിയാണി. അപ്പോൾ സമയം 5:30 നമുക്ക് 6 മണിക്ക് ബസ്. നമ്മളെല്ലാം റെഡി ആയിട്ട് ഇനി തിരിച്ചു പോവുക. 2 ദിവസത്തെ യാത്ര, അതാണൊരു മടുപ്പിക്കണ കാര്യം. നമ്മൾ ഇന്ന് സ്റ്റേ 2 റൂമിനും കൂടെ 1100 നേപ്പാളി. നമ്മൾ ഈ വഴി കൂടെയൊക്കെയാണ് വന്നത്. അന്ന് ഇരുട്ടായി കൊണ്ട് കാണിക്കാൻ പറ്റില്ല, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് വിട്ടത് കണ്ടില്ലേ. ഈ വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. ഇതിനേക്കാളും കുറേ ഡേഞ്ചറസ് സ്ഥലങ്ങളായത് മേലെ. ഈ വഴികളിലൂടെ ഉള്ള യാത്ര. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 2 ദിവസം എടുക്കാം നമ്മുടെ പഞ്ചാബിലെത്താൻ. ആ യാത്ര ആലോചിക്കുമ്പോഴാണ് ഒരിത് ഡേഞ്ചറായ വഴികൾ. ഗൈസ്, അപ്പോൾ നമ്മൾ കാഠ്മണ്ഡു എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൊനോലിയിലോട്ടുള്ള ബസ് കയറണം. അപ്പോൾ അവിടെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സൊനോലിയിൽ നിന്ന് ബസ് കയറിയിട്ട് നമ്മൾ ഗോരഖ്പൂർ ഇറങ്ങണം. ഫുൾ ക്ഷീണിച്ച് ടയേർഡായി ഗൈസ്. അടുത്തൊരു തിയേറ്ററാണ് ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഇന്ത്യൻ സിനിമയാണ് ഓടുന്നത്. ഭൂൽഭുലയ്യ 2ഉം സിംഗം റിട്ടേൺസ്. ഇത് മറ്റേ മണിച്ചിത്രത്തായിൻ്റെ എന്തോ റീമേക്കാണ് തോന്നുന്നത്. ഭൂൽഭുലയ്യ 1 കേട്ടാ. ഇത് 3 ആണ്. ഇത് തേർഡ് ഇറങ്ങി. പിന്നെ സിംഗം റിട്ടേൺസ് വലിയ രസമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ വെയിറ്റിംഗ് ആണ് ബസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മാർക്കറ്റിലോട്ട് വന്നിരിക്കുക, തമിഴ് മാർക്കറ്റ്. കാഠ്മണ്ഡുവിലുള്ള ഒരു അടിപൊളി മാർക്കറ്റാണ്, ഫേമസ് മാർക്കറ്റ്. ഇവിടെ കുറേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും ഗൈസ്. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. ഒരു അടിപൊളി മാർക്കറ്റാണ്. നമ്മൾ ആദ്യം ഒരു കൊടി മേടിച്ച് ഞാനിപ്പോൾ അതെ ഞാൻ പിന്നെ 2 മാഗ്നറ്റും 2 മാഗ്നറ്റ് മാത്രമേ മേടിച്ചുള്ളൂ. ഇങ്ങനെ നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമോ. അതെ, നന്നായിട്ട് ഓടി. ഒരാഴ്ച 4200 കിലോമീറ്റർ. അതെ, ഒരു 6,500 നമ്മൾ ഈ ട്രിപ്പ് 8 ദിവസം കൊണ്ട് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിനെ പറ്റി എന്താ അഭിപ്രായം? അടിപൊളി ട്രെയിനാണ്. ഈ നല്ല ട്രെയിനാണ്. ഇങ്ങനല്ലേ